ഹായ് ഗൈസ്, അങ്ങനെ നടന്ന് നമ്മളൊരു ഇതെന്ത് സ്ഥലം ഇത്? സ്കൂളാന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല ഭംഗിയുണ്ട്. ഞാൻ ക്യാമറ ടേൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ബാക്കിൽ നോക്ക്, അല്ല ഇതിൽ നോക്ക്. അതെ, നമ്മൾ രണ്ട് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാൻസ് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റൊക്കെ ഉണ്ട് പുറത്ത്. ഇത് സൺഡേ ആയതുകൊണ്ടോ തോന്നുന്നു ഇവിടെ ആരെയും കാണുന്നില്ല. കുറച്ച് പേരൊക്കെ പുറത്തുണ്ടായിരുന്നു. വീടാണോ അതോ ഇതിൻ്റെ ബാക്കിയായിരുന്നു ചിലപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. ഇതിൽ കാണാൻ രസമുണ്ട്. വീഡിയോ ഓണാണോ? എനിക്കിങ്ങനെ ഷോർട്സ് വീഡിയോ എടുത്തിട്ടിട്ട് വോയിസ് ഓവർ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ ആയിട്ടുള്ളൂ. ഇങ്ങനെ ഓൺ സ്ക്രീനിൽ എനിക്ക് സംസാരിക്കണം അത് എനിക്ക് വന്നിട്ടില്ല. അത് വരുമ്പോൾ ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാറ്റ്. ഓ, വണ്ടർഫുൾ കാറ്റ്. നല്ല നല്ല തണുത്ത കാറ്റാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ പോലെയൊക്കെയാണ്, പക്ഷെ അല്ല. ഇപ്പോൾ എത്ര ഡിഗ്രി ആയിപ്പോൾ? ഒരു നല്ല നല്ലൊക്കെ ആയിരിക്കും. നാട്ടിൽ നിന്ന് നമ്മൾ സഹിക്കാൻ വന്നാലും പറ്റത്തില്ല. ഞാൻ വിചാരിച്ചത് സമ്മറൊക്കെ അല്ലേ, ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിച്ച, പക്ഷേ വന്നപ്പോൾ ഒട്ടും പറ്റുന്നില്ല. ഇവിടെ ഉള്ളവർക്ക് ഇത് ഒന്നുമല്ല. അവർക്ക് ഇതാണ് സുഖം. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കാട്ടിലോട്ടൊക്കെ എന്നെ കൊണ്ടുപോകണം ഗൈസ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര തണുപ്പാണ്. വിന്റർ ആവുമ്പോൾ എന്തായിരിക്കും അല്ലേ? അതാ ഞാൻ ആലോചിക്കുന്നത്. വിന്റർ ആകുമ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടും മാത്രമേ. അപ്പോൾ ഇതിനൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. ശരിയാ, പുറത്തേക്കൊക്കെ ഇറങ്ങാം. ഇപ്പോൾ രാത്രി 9:30 ആയാലും ഇവിടെ നല്ല വെട്ടമാണ്. പകല് പോലത്തെ തന്നെ. എനിക്ക് ആദ്യം വന്ന ടൈമിലൊക്കെ എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്കും പുറത്ത് വെട്ടം കാണുമ്പോൾ ഇല്ലേ ദേഷ്യം വരുമായിരുന്നു. ഇതൊന്നും രാത്രി ആവാത്തേന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളുടെ ആ റൂമിന്റെ അവിടെ മറ്റേ ഇതില്ലേ വിൻഡോ, ഭയങ്കര വെട്ടം അവിടെ. അത് ക്ലോസ് ചെയ്താലും ഉറങ്ങാൻ പറ്റില്ല. ഓ, ബ്ലൈൻഡ് ഇല്ലേ? ഉണ്ട്, പക്ഷെ ആ സൈഡിൽ നിന്ന് ശരിക്കും വെട്ടം അടിക്കും. ഓക്കെ. അപ്പോൾ ഉറക്കം 2 ദിവസം പോയായിരുന്നു. പിന്നെയാണ് ആ ജെറ്റ്ലാഗൊക്കെ മാറിയത്. എനിക്കും അതെ. 2 ദിവസം വന്ന് 2 ദിവസം തലയൊക്കെ എന്തോ പോലെ, തല ഇറങ്ങണ പോലെയൊക്കെ തോന്നുമായിരുന്നു. ഏതോ തലയൊക്കെ നനച്ചാലും ഭയങ്കര ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. അതുകൊണ്ട് തല നനയ്ക്കലൊക്കെ കുറവാണ്. മുടി നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് വാഷ് ചെയ്തപ്പോഴത്തേക്കും ഇത്ര കെട്ട് മുടിയാ പോയത്. എൻ്റെ അതെ അത്യാവശ്യം ഇപ്പോൾ തന്നെ ബെഡിലൊക്കെ കാണണം ഫുൾ ഹെയറാണ്. എൻ്റെ ഇത്രയും മുടി പൊടിയണത് ആദ്യമായിട്ട്. അത് പോകുമ്പോൾ കഷണ്ടിയാവും. സാരല്ല, നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആയി വരണമല്ലോ. നമ്മൾ നെഗറ്റീവ്സ് പറയണതല്ല, നമ്മൾ അഡ്ജസ്റ്റ് ആയി എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അയർലൻഡ് അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഇതുവരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സ്ഥലമാണ്. ഏതോ ആൾക്കാരൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആണ്. ആരുടെ ഫേസ് നോക്കിയാലും ഒരു സ്മൈൽ അല്ലെങ്കിൽ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നല്ല കാര്യം. അതുപോലെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇവിടുത്തെ ആൾക്കാർ. ഇപ്പം ഞങ്ങളൊക്കെ പുതിയതായതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവരിങ്ങോട്ട് വന്ന് ചോദിക്കും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ വന്നിട്ട് ചോദിച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തരും. ഗൈസ്, നമ്മൾ നടന്നൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഒരു വീട്ടിൽ പാർട്ടിയാന്ന് തോന്നണം. അവിടെ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചുമ്മാ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് തരും. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര അടിപൊളിയാണെന്ന്. അതെ, ഇതുണ്ടോ നമ്മൾ പോകുന്ന വഴി. അത് ഒരു റിസോർട്ടിലൊക്കെ പോയ ഫീലുണ്ട്. ഫസ്റ്റ് ടൈം പോണെയാണ്, അറിയത്തില്ല ഇതെങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. ആണല്ലേ മാഡം? എയർകോഡൊക്കെ എയർകോഡ് ഇട്ട് നമുക്ക് എവിടെയാണേലും പോവാം. അതുകൊണ്ട് വഴി തെറ്റിയാൽ നമ്മൾ വഴി കണ്ടുപിടിച്ച് പോകും. അങ്ങനെയാണ് പഠിക്കണത്. കണ്ടോ പച്ചപ്പും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ആദ്യം കണ്ട സ്കൂളിൻ്റെ ഏതോ സൈഡിലെത്തി. കണ്ടോ, ഇതായിരുന്നു നമ്മൾ കണ്ട സ്കൂൾ. എൻ്റെ ബാക്കിലെത്തി. ഫ്രണ്ട് ഡോറൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ. ആണോ?
സ്റ്റെപ്സ് നമ്മൾ കണ്ടില്ലല്ലോ. കണ്ടില്ല. ഇനി നമ്മൾ നിന്നത് ബാക്ക്ഗ്രൗണ്ട് ആണോ അറിഞ്ഞൂടാ. എന്തേലും ആട്ടെ. ഇനി നല്ല ഗ്രീനറിയാണ് ഞങ്ങളുടെ ചുറ്റിനും. ഞങ്ങൾ വഴിതെറ്റി വന്നത് സ്കൂളിലേക്കല്ലായിരുന്നു. ഞങ്ങൾ കാണിച്ചത് സ്കൂളല്ലായിരുന്നു, അത് കാസിൽ ഡറോ. അതൊരു 4 സ്റ്റാർ ഹോട്ടലാണിത്. അവിടേക്കാണ് ഞങ്ങൾ വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. കറങ്ങി കറങ്ങി നമ്മൾ ബാക്ക് ടു ആ സെയിം ലൊക്കേഷനിൽ വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഓരോ റൂംസാണ്, ഹോട്ടൽ റൂംസ് ആയിരുന്നു കണ്ടത്. നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിരിക്കുന്നത്. ഇവിടെ ഒരുപാട് അധികം ആരെയും കാണുന്നില്ല, പക്ഷെ വണ്ടിയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ സ്റ്റേക്ക് വന്ന ആൾക്കാർ വെറുതെ അല്ല, ഇതൊക്കെ ആർക്കും അറിയത്തില്ലല്ലോ നമ്മളിവിടെ സ്റ്റേ. എന്നിട്ട് നമ്മൾ റീൽസ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കാറിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു കീപ് ഡൂയിങ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു, ഡാൻസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട്. നമ്മളോർത്ത് നമ്മളെ ഗെറ്റോട്ട് ഞങ്ങളോർത്ത് ഇറങ്ങി പോകുമ്പോൾ എനിക്കും നമുക്ക് മറ്റേ ഒഴിഞ്ഞു കിടക്കുന്ന സെമിത്തേരിയിൽ അവിടെ പോയല്ലോ ഗൈസ്. അവിടെ ഞങ്ങൾ അല്ലേ കണ്ടില്ലേ ഒരു അടച്ചുപൂട്ടിയ പള്ളി. പള്ളി അത് ഇതിൻ്റെ പുറത്തിറങ്ങണം, പുറത്തിറങ്ങിയിട്ട് പോവാം. ഒരു പള്ളി ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത്, ഞങ്ങൾ പള്ളി കണ്ടു. അവിടെ കാണും പള്ളിയൊക്കെ. ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ തന്നെ പോകാനും പാടാം, ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, 2 സൈഡിലും വളരെ ഹാപ്പിയുള്ള ലൊക്കേഷൻ ഉണ്ടോ, നല്ല ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈവനിങ് വാക്ക്. എത്ര മണിയായി? 5 ആയോ? 5 ആയിട്ടുണ്ട്. ആ കാണുന്നതാണ് റോഡ്, അതിലാണ് നമ്മൾ കയറി പോകുന്നത്. ഇവിടെ ലോക്ക്ഡാണ്, ഗേറ്റ് ലോക്ക്ഡാ. കണ്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും എൻട്രൻസ് ഉണ്ടോ നോക്കാം. ഇത് പക്ഷേ കുറേ നാളായിട്ട് ഇത് കല്ലറ അടച്ചിട്ടേക്കുവാ. പക്ഷെ അതൊക്കെ കണ്ടോ, അതൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളതാണെന്ന് അറിയില്ല. നമുക്ക് ആ പള്ളി പോവാം, പുറത്തുകൂടെ. നമ്മൾ പറഞ്ഞ പള്ളി സെയിന്റ്. ഇത് ഇവിടെ ഗേറ്റ് ഓപ്പൺ ആട്ടോ എവറി സൺഡേ. സെയിന്റ് ഫിറ്റൻസ് ചർച്ച് ബ്രേക്ക്. നമ്മളൊരു ഷോപ്പിൽ ചുമ്മാ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. യെസ്, ഇത് നമ്മുടെ നാട്ടിലെ നമ്മൾ മേടിച്ചത് ഇതാണ്. കാണിച്ചെടുത്ത് ഇവിടെ അടുത്ത് കുറേ കുറേ സ്റ്റോഴ്സ് ഉണ്ട്. നമുക്ക് ഗ്രോസറീസ് മേടിക്കാനും ആണെങ്കിലും ബാക്കി നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് അടുത്ത് ഷോപ്സ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൈമറി സ്കൂളിൻ്റെ ഗേറ്റ്. നമ്മൾ കയറിയത് അപ്പുറത്തെ ഗേറ്റ്, ദാറ്റ് ഈസ് കാസിൽ ഡറോ. ഇത് അവിടെ ഹോട്ടലാണ്, കാസ്ലാംസ് ഹോട്ടൽ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ഫോളോ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? സപ്പോർട്ട് ചെയ്യുക കുട്ടിയുടെ അല്ലേ? അതെ, വീഡിയോസ് എല്ലാം കാണുക, കമൻറ്റ് ചെയ്യുക.
ഐഡിയാസ് കൊടുക്കുക Yeah. അടുത്ത വീഡിയോക്കുള്ള. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത്. ഫൗൾ പ്ലേ. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ പുതിയ പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. അയർലൻഡിലെ എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളും ഫ്രീക്വൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ അക്കൗണ്ടിൽ. അതെ, നിങ്ങൾക്ക് കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ കൂടെ കാണാം. സോ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ അയർലൻഡിൽ വന്നിട്ടുള്ള? അതെ. അത് പറയാം. അപ്സ് ആൻഡ് ഡൗൺസോ? അല്ല, അത് ആയിട്ടില്ലല്ലോ. ഞാൻ അതിലേക്ക് പോണതേ ഉള്ളൂ. ആദ്യമേ വന്നപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്യുന്നത്? ആദ്യമേ വന്നപ്പം അയ്യോ വണ്ടി ആദ്യമേ വന്നപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വേറൊരു കൺട്രിയിലേക്ക് വന്നപ്പം എൻ്റെ മെയിൻ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഫാമിലിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ശരിയാണല്ലോ. അതെ, നമ്മൾ അവിടെ നിന്നല്ലേ വന്നേ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇത് കണക്റ്റഡ് ആണല്ലേ? ഓ നൈസ്. അപ്പം വഴി തെറ്റിയാലും എവിടെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലൊക്കെ എത്തിക്കോളും. അപ്പോൾ വീട്ടുകാരെ കാണാൻ പറ്റില്ല നമുക്ക് തോന്നുമ്പോൾ. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓടി പോകുമായിരുന്നു എല്ലാ വീക്കും. അതുപോലെ ഇവിടെ നടക്കില്ല. അതാണ് എൻ്റെ മെയിൻ വിഷമം. പിന്നെ പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഞാൻ ഫോൺ തിരിച്ചു പിടിക്കട്ടെ. അപ്പോൾ അതാണൊരു കാര്യം. എനിക്കും അത് അതിനെങ്ങനെയാണ്. ഞാനും വീട് വിട്ട് വരുമ്പോൾ ഒട്ടും വിഷമം തരുമില്ല. എനിക്ക് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പോയി കിട്ടി. ആദ്യത്തെ 2 ദിവസം കരച്ചിലായിരുന്നു. പിന്നെ അതങ്ങ് ശീലമായി. ഇപ്പം കരയുന്നൊന്നുമില്ല, പക്ഷെ ഉള്ളിലൊരു വിഷമം, ഒരു ഫീലിംഗ് ഉണ്ട്. വീട്ടുകാരെ ഒട്ടും മിസ് ചെയ്യില്ല എന്നാണ് ഞാൻ. പക്ഷെ അപ്പോൾ നമ്മൾ ഓർക്ക് എന്താണ് ഇത്രയും ഡിസ്റ്റൻസ് ആണ്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ഓടി ചെല്ലാൻ പറ്റില്ല. പിന്നെ ആദ്യത്തെ ഒരു 6 month സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും അറിയാം. പക്ഷെ സ്റ്റിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ കോളേജിലും പോകണില്ല. കോളേജിൽ പോകണമെങ്കിൽ അതെങ്കിലും ഓർക്കാം എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അത് സാരില്ല. 1 week കഴിയുമ്പോൾ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ബിസി ആയിക്കോളും. പിന്നെ ആ ഒരു ട്രാക്കിലാവും നമ്മൾ. പിന്നെ പഠിത്തം ഭയങ്കര ടഫായിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. നമ്മുടെ സിലബസ് ഒക്കെ എല്ലാം വേറെയാണ്. കൂടുതലും സെൽഫ് സ്റ്റഡിയാണ് ഇവിടെ. അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ് എല്ലാമായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നമുക്കുള്ള ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുവാണ്. ഇപ്പോഴേ ഉള്ളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണേ സമയം. ഇപ്പം ജോലിയില്ല, പഠിത്തമില്ല, കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇങ്ങനെ ചിലപ്പോൾ വരണം, വേറൊരു കൺട്രിയിൽ പോയി പഠിക്കണം, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ വന്നിട്ട് കാര്യമില്ല. അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് ആ വഴി ഒന്ന് അങ്ങോട്ട് പോകാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളവർ വന്നാലും എനിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ വന്നപ്പോൾ നമുക്ക് ആ ഒരു സാധനം തോന്നും. പക്ഷെ അത് തോന്നിയിട്ടും കാര്യമില്ല, വേറെ നിവൃത്തിയില്ല. റിയാലിറ്റി ഇതാണ് അല്ലേ? വഴിയിലൊരൊറ്റ കുഞ്ഞുങ്ങളില്ല. നോക്കൂ, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ കുറവാണ് കാണുന്നത്. എല്ലാവരും വീടിൻ്റെ അകത്തായിരിക്കും മാക്സിമം. ഇപ്പോൾ ഓഫ് ഡേ ഒക്കെ ആണെങ്കിലും എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫാമിലി. ഓരോ കൗണ്ടിയുടെ ഇതായിരിക്കും. ഇപ്പം ഡബ്ലിനിലൊക്കെ കുറച്ചുകൂടെ ലൈവ് ആയിരിക്കും അല്ലേ? ഡബ്ലിൻ അത്യാവശ്യം സമ്മർ ആയതുകൊണ്ടായിരിക്കും. അതെ, വിന്റർ ആകുമ്പോൾ എനിക്കൊന്നും ആരും കാണില്ല. ഇപ്പം തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. അതൊക്കെ അങ്ങനെ നമ്മൾ ദേ ഇവിടെ ഒരു പള്ളിയിലെത്തി. ശരിയാ. അയ്യോ, ഞാനിത് ഇപ്പോഴാട്ടോ അറിയണേ ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന്. നല്ല രസമുണ്ട്. നമുക്ക് പോയി നോക്കാം ക്ലോസ്ഡ് ആണോ.
കണ്ടുപിടിച്ചു, ദ ചർച്ച് ഓഫ് ട്രിനിറ്റി. പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പള്ളിയുടെ ബാക്ക് സൈഡിലേക്ക് നടക്കുക. അവിടെ സിമെട്രി ഉണ്ട്. പള്ളി ഓപ്പൺ ആയിരുന്നു കേട്ടോ, ലോക്ക്ഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റി. പിന്നെ മാസ് ടൈമിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, മലയാളം കുർബാന എല്ലാം തോന്നുന്നു അല്ലേ? മലയാളം കുർബാന ഇവിടെ ഇല്ല. അപ്പോൾ സൺഡേസിൽ 11:15 കുർബാന. വലുതാ പള്ളി, ഭയങ്കര വലിയ കേട്ടോ, ഭയങ്കര സ്പേഷ്യസാണ് പള്ളി. ഇവിടെ വന്നേ. അങ്ങനെ സൺഡേ ആയിട്ട് നമ്മൾ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു, പള്ളി കണ്ടുപിടിച്ചു. തിരിച്ചു പോകാൻ അറിയില്ല, തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ പോകണം. എയർപോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോട്ടെ. വിത്ത് അവർ ബാഡ്മിൻ്റൺ ബാറ്റ്സ്. നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാമെന്നോർത്ത് വീട്ടിൽ പോയി ബാറ്റൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ കുറച്ച് നേരം ബാഡ്മിൻ്റൺ കളിക്കട്ടെ. ടയേർഡ്, ഓടി ഓടി മടുത്തു. ഞാൻ വന്നിട്ട് ഇപ്പോഴാണ് എൻ്റെ ബോഡിയൊക്കെ ഒന്ന് അനങ്ങുന്നത്. ഇനി ഒരു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ഇവിടെ കാറ്റുണ്ട്, കാറ്റായതുകൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ പറന്നു പോവാം. കണ്ടോ, നമ്മൾ ഇരുന്നപ്പോൾ കാറ്റ് പോയി. ഹായ് ഗായ്സ്, ഞങ്ങളുടെ ബാഡ്മിൻ്റനൊക്കെ ബാഡ്മിൻ്റൺ ഒക്കെ കഴിഞ്ഞു. നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ടൈം 6:45 ആയി. അപ്പോൾ ഇവിടെ 6:45 ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 9 വരെ ഇങ്ങനെ തന്നെയായിരിക്കും, വെട്ടം ഉണ്ടാവും. അപ്പം ഞങ്ങളിനി വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ഡിന്നർ കുക്ക് ചെയ്യണം അല്ലേ? അപ്പം ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്, പറഞ്ഞോളൂ. മുട്ടക്കറി. യെസ്, മുട്ടക്കറിയും ഒന്നില്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ പുട്ടോ, അതൊക്കെ. അത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും. ആദ്യം നമുക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കേണ്ടത്. ഞങ്ങൾ ഇനി വീട്ടിൽ പോയി കുക്കിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പം അതുവരേക്കും നമ്മുടെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. ഓക്കെ, അപ്പം see you guys on the next video. Bye. നമ്മള് നിങ്ങൾക്ക് ബായ് തന്നപ്പോഴത്തേക്കും അവിടെ കാറിലിരുന്ന ഒരു ആൻറ്റി അങ്കിളും കപ്പിൾസ് നമുക്ക് ബായ് ബൈ ബായ് എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ അവർക്കും ബൈ ബൈ കൊടുത്തു, വെറുതെ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു വിട്ടു. അപ്പോൾ ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ. വീടിൻ്റെ വഴി അതൊന്നും കാണിക്കണ്ട, അതൊക്കെ നമ്മുടെ കോൺഫിഡൻഷ്യൽ ആണ്, അതൊന്നും കാണിക്കില്ല. ഓക്കെ, അപ്പോൾ see you all. Bye.